ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 63-ാമത്തെ ദിവസം ലാലേട്ടൻ കൂടിയുള്ള വീക്കെൻഡ് എപ്പിസോഡ്സിൽ രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡ്. തൊട്ട് തലേ ദിവസം ഒനിയിൽ പുറത്തായി. ഡേർട്ടി ഗെയിം കളിക്കുന്നവർക്കൊന്നും ഇവിടെ അധിക നാൾ നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഒരു എവിക്ഷൻ വന്നു. അത് ഒനിയിലാണ് ഔട്ടായി പോയത്. അതിൻ്റെ ബാക്കി ഇന്നുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഔട്ടായി പോയിരിക്കുന്നത് ജിസേലാണ്. പക്ഷേ ഈ ദിവസത്തെ കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി പറയുന്നതിന് മുമ്പ് ലാലേട്ടൻ സൂചിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതൊരു പ്രൊമോ ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സിനിമ കാണുമ്പോൾ സ്പോയിലേഴ്സ് വിളിച്ച് പറയുന്നത് പോലെ ബിഗ് ബോസിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് നേരത്തെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്താണ് നമ്മളെ കാണിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ നേരത്തെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കെതിരെയുള്ള ഒരു വീഡിയോ ആയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിലെ എവിക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നായി നടക്കുന്നത്. ഈ ആഴ്ച നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലാലേട്ടന് ശനിയാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്ത് ഒരു സ്വീകരണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അതിനു മുമ്പ് ബിഗ് ബോസിൻ്റെ ഈ 2 എപ്പിസോഡ്സ് അവർക്ക് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അവിടെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പുറത്തു നിന്നുള്ള ഓഡിയൻസിനെ കാണുന്നത്. ഇപ്പോൾ അവരുടെ സ്റ്റാഫ് മാത്രം, ബിഗ് ബോസിൻ്റെ സ്റ്റാഫ് മാത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ ഇത് പുറത്തേക്ക് വിടാതിരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പുറത്തു നിന്നുള്ള ഓഡിയൻസ് കൂടി വരുമ്പോൾ സ്വാഭാവികമായും അവരിലൂടെയൊക്കെ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു, പുറത്തുനിന്നുള്ള ആൾക്കാർ വരികയും ചെയ്തു. സ്വാഭാവികമായും ഇത്തരം ചില കാര്യങ്ങൾ, ചില സ്പോയിലർ എലമെൻറ്റുകൾ പുറത്തേക്ക് പോയേക്കാം. പക്ഷേ ലാലേട്ടൻ തന്നെ പ്രൊമോയിൽ പറയുന്നത് പോലെ ബിഗ് ബോസ് എപ്പിസോഡ്സിനെ ഒരു ഉപജീവന മാർഗ്ഗമായി എടുക്കുന്ന ആളുകൾ പോലും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ആ ഷോയുടെ ഒരു അൺപ്രഡിക്റ്റബിൾ സ്വഭാവമുണ്ട്. ഈ എൻഡ് പ്രേക്ഷകനുണ്ടല്ലോ, വിലയിരുത്തുന്ന ആളുകളല്ല, ഒരു എൻ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അവിടെയുള്ളൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടറുണ്ട്. അതിനെയൊക്കെ നശിപ്പിക്കുന്നത് പോലൊരു കാര്യമാണ്. ആ ഷോയുടെ സ്വഭാവത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിയമപരമായി നടപടിയെടുക്കും എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സ് ഒക്കെ വളരെയധികം മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത്തരം സ്പോയിലേഴ്സ് വരാതിരിക്കുക എന്നുള്ളതും ഏറ്റവും മാന്യമായി സംസാരിക്കുന്നവർ മതി കമൻറ്റ് ബോക്സിൽ എന്ന് തീരുമാനിച്ചിട്ടുള്ളതും കൊണ്ടാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് എപ്പിസോഡ്സ് മാത്രം റിവ്യൂ ചെയ്യുന്ന ആളുകൾ വരെയും ഒരു 90-95% ആളുകളെങ്കിലും ഇത്തവണത്തെ വീക്കെൻഡ് എവിക്ഷൻ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ അതൊക്കെ വെച്ച് വീഡിയോസ് ചെയ്ത് അവർ വഴി ഇത് വലിയൊരു പബ്ലിക്കിലേക്ക് എത്തുകയും ചെയ്തു. അല്ലെങ്കിൽ ഈ സ്പോയിലേഴ്സ് കുറച്ച് ആളുകളുടെ ഇടയിൽ നിൽക്കേണ്ടതാണ്. പക്ഷേ ആ ആളുകളൊക്കെയും ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളായതുകൊണ്ട് ഈ സ്പോയിലേഴ്സ് എല്ലാവരിലേക്കും എത്തി. നമ്മൾ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരുപാട് പേജുകളെ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തു വിടേണ്ടി വരുന്നത് ഇതുപോലുള്ള സ്പോയിലേഴ്സ് അവർ പ്രചരിപ്പിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നടപടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എത്രയോ പ്രേക്ഷകരുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഇത്തരം ആളുകളിൽ പലരും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജിസേലിൻ്റെ എവിക്ഷൻ കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ശക്തമായി നമ്മൾ ഈ വാക്ക് കേൾക്കുന്നത്. അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിപ്പോയി. ഇയാളിപ്പോൾ പുറത്തു പോകേണ്ടതായിരുന്നില്ല, ഇയാളേക്കാൾ കൂടുതൽ പുറത്തു പോകാൻ അർഹതയുള്ളവരുണ്ടായിരുന്നില്ലേ. ഞാൻ ഇതോടുകൂടി ബിഗ് ബോസ് എപ്പിസോഡ് കാണുന്നത് നിർത്തി. ഈ കാണൽ നിർത്തൽ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വളരെ കൊലകൊമ്പന്മാരായിട്ടുള്ള കണ്ടസ്റ്റൻസിൽ പലരും എവിക്റ്റായി പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഈ ചേട്ടനെ, ഞങ്ങളുടെ ഈ ചേച്ചിയെ പുറത്താക്കി, ഞങ്ങൾ അതുകൊണ്ട് ഇനി ബിഗ് ബോസ് കാണില്ല, കാണുന്നത് നിർത്തി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ ആക്രോശങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ആക്രോശിച്ചതിന് ശേഷവും ബിഗ് ബോസിൻ്റെ TRP റേറ്റിങ്ങിലോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഹൈപ്പിനോ ഒന്നും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരം സങ്കട പ്രകടനങ്ങൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നാണ്. പക്ഷേ ഈ അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം വരുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ പുറത്തായി പോയത് സങ്കടകരമായ ഒരു കാര്യമായി കാണാവുന്നതാണ്. പക്ഷേ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് അതൊരു അൺഫെയർ എവിക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവ്രി എവിക്ഷൻ ഈസ് ഫെയർ എന്നാണ് പറയാനുള്ളത്. അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ആരാണ് വോട്ട് ചെയ്യുന്നത്, ആരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ എവിക്റ്റ് ആക്കപ്പെടുന്നത്? അത് പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ചാണ്. ഇതിപ്പോൾ പല ആളുകളും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയാറുണ്ട് ബിഗ് ബോസ് അങ്ങനെയാണ്, ബിഗ് ബോസ് ഇങ്ങനെയാണ്, അൺഫെയർ ആണ്. അങ്ങനെ അൺഫെയർ ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ അപ്പീൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട്. ഇവരാരും തന്നെ അപ്പീലിന് പോകുന്നതോ അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വോട്ട് നിലയൊക്കെ കാണണം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തത് ഈ അൺഫെയർ എവിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആൾക്കാരില്ലേ, അവർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളെ വെച്ചുകൊണ്ടാണ് വോട്ടിംഗ് പരിപാടികൾ പുരോഗമിക്കുന്നത്. ഇതിനകത്ത് പോകുന്ന പല ആളുകൾക്കും എങ്ങനെയാണ് ആളുകളെ നോമിനേറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഒരു എവിക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ആസ് എ ഗെയിമർ ഈ എവിക്ഷൻ പ്രോസസ്സിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊന്നും അറിയില്ല. അത് ഈ നോമിനേഷൻ പരിപാടികൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ അർഹതയില്ലാത്ത ആളുകളെ നോമിനേറ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ പല ആളുകളും എന്നോട് മോശമായിട്ട് പെരുമാറി അതുകൊണ്ട് ഇവൻ നോമിനേഷനിൽ പോട്ടെ എന്ന് പറഞ്ഞ് എന്തോ ശാപം തീർക്കുന്നത് പോലെ, ദേഷ്യം തീർക്കുന്ന പോലെയാണ് ഇതിനെ ഡീൽ ചെയ്യാറുള്ളത്.
അപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രേക്ഷകരുടെ ഇടയിൽ ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ വോട്ട് ബാങ്ക് ഉണ്ട്. പ്രേക്ഷകർക്ക് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്. അനർഹരായിട്ടുള്ള ആളുകൾക്ക് പകരം നമുക്ക് ദേഷ്യം തോന്നിയ ആളുകളെ ഇവരൊക്കെ നോമിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും വീക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും ഒരേ സമയം എവിക്ഷൻ പ്രോസസ്സിലേക്ക് വരികയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ വളരെ ശക്തമായ വോട്ട് ബാങ്കുള്ള ആളുകൾ, ഇപ്പോൾ ഷാനവാസ്, അനുമോൾ പോലെയുള്ള ആളുകൾ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവർക്കൊക്കെ വളരെ ശക്തമായ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓൾറെഡി നമ്മുടെ നാട്ടിൽ ആരാണ് ഫൈനൽ 5 വരിക എന്നുള്ളതിന് ഏകദേശം ഒരു ധാരണയൊക്കെ ആവുന്ന രീതിയിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ ടോപ്പ് 5 ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഏറ്റവും നല്ല മനുഷ്യരായിട്ടുള്ള 5 പേര് ടോപ്പ് 5 വരുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട്, ഒരു പിന്തുണയുണ്ട്, പുറത്ത് അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു സപ്പോർട്ട്. അതിനെ വെച്ചുകൊണ്ടാണ് ഈ ടോപ്പ് 5 പ്രഡിക്ഷൻസ് ഒക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ എടുത്ത് നോക്കൂ. ഈ ടോപ്പ് 5 ആൾക്കാരിൽ ഒരാൾ, ഇപ്പോൾ ഷാനവാസ് നോമിനേഷനിൽ വന്നിട്ടില്ല എന്ന് വിചാരിക്കൂ. ബിന്നി എന്ന് പറയുന്ന പ്ലെയർ അവർ എവിക്ഷൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. സാബുമാനെയും കുറേ ആളുകൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഈ ബിന്നി വേഴ്സസ് ഷാനവാസ് ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ബിന്നി ഔട്ടാവണം, ബിന്നി അടുത്ത വീക്കിൽ എവിക്റ്റായി പോകണം, ബിന്നിയെ നമ്മൾ തോപ്പിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആക്രോശങ്ങളാണ്. അപ്പോൾ ബിന്നിയും സാബുമാനും ഒരുമിച്ച് എവിക്ഷൻ ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ബിന്നിക്ക് ഒരു 2 പേര് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കും, സാബുമാന് ഒരാൾ വോട്ട് ചെയ്യുന്നു വിചാരിക്കും. ഇത്രയേ ഉള്ളൂ എന്നങ്ങ് വിചാരിച്ചോളൂ. ഷാനവാസിന് ഓൾറെഡി 3 വോട്ടോ 2 വോട്ടോ കിട്ടാനുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അതായത് അയാൾക്ക് എന്തായാലും വോട്ട് ചെയ്യും, അയാൾക്ക് വേണ്ടി എങ്ങോട്ട് വേണമെങ്കിലും വോട്ട് മാറ്റി കുത്തും എന്നൊക്കെ ഉറപ്പുള്ള 2 പേരുണ്ടെന്ന് വിചാരിക്കും. ഈ 2 പേര് ബിന്നിയോടുള്ള ഷാനവാസിൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്ത് ആർക്ക് വോട്ട് ചെയ്യും? ബിന്നി ഔട്ടായി പോകണമല്ലോ. അപ്പോൾ ബിന്നി ഔട്ടായി പോകണമെങ്കിൽ സാബുമാന് വോട്ട് ചെയ്യണം. സാബുമാന് അയാളുടേതായിട്ടുള്ള ഒരു ഫെയർ ഗ്രൂപ്പ് ഓഫ് വോട്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഷാനവാസിൻ്റെ ഈ പറയുന്ന 2 വോട്ടേഴ്സും കൂടി വിചാരിക്കും ബിന്നി ഔട്ടാക്കാൻ വേണ്ടി നമ്മൾ സാബുമാൻ്റെ ഒപ്പം നിൽക്കുക. അപ്പോൾ ബിന്നിക്ക് വോട്ട് പറഞ്ഞാൽ ഔട്ടായി പോകുമല്ലോ. ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമാന് ഷാനവാസിൻ്റെ ചേർത്ത് 3 വോട്ട് കിട്ടുകയും ബിന്നിക്ക് 2 വോട്ട് കിട്ടുകയും ബിന്നി എവിക്റ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ സാബുമാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ബിന്നി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ അല്ലേ, അപ്പോൾ അത് അൺഫെയർ എവിക്ഷൻ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആൾക്കാർ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ളതനുസരിച്ച് അവരതിൻ്റെ അകത്തുനിന്ന് തുടങ്ങി വെക്കുന്ന ഒരു പ്രശ്നത്തിൽ ഈ സ്വാഭാവികമായ വോട്ട് ബാങ്ക്, അതായത് ഓരോ ആഴ്ചയിലും പ്ലെയറെ നോക്കി നല്ല പ്ലെയറിന് വോട്ട് ചെയ്യുക എന്നുള്ളതിന് പകരം ഇന്ന ആൾക്ക് മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ എന്ന് തീരുമാനിക്കുന്ന ഓഡിയൻസിൻ്റെ ഒരു സ്പ്ലിറ്റും കൂടി സംഭവിക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് അൺഫെയർ ആയിട്ട് തോന്നും. പക്ഷേ പ്രേക്ഷകരുടെ വോട്ട് സ്പ്ലിറ്റായി പോകുന്നത് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ നന്നായി കളിക്കുന്ന ആളുകളെ പ്രേക്ഷകർ വിജയിപ്പിക്കുന്നില്ല, പ്രേക്ഷകർ അൺഫെയർ ആയിട്ട് വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചില വോട്ടുകൾ നിർബന്ധമായി ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കുറ്റം പറയാം. പക്ഷേ എവിക്ഷൻ അൺഫെയർ ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രേക്ഷകരുടെ വോട്ട് വെച്ചിട്ടാണ് എവിക്ഷൻ തീരുമാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയും നമ്മളൊരു പുരോഗമന സമൂഹത്തിലേക്ക് എത്തി, ആളുകൾ വ്യക്തികളെയൊക്കെ നല്ല സ്വഭാവങ്ങൾ, നല്ല ട്രേറ്റുകളൊക്കെ നോക്കി വിലയിരുത്താൻ പഠിച്ചു എന്നൊക്കെ. പക്ഷേ ഇപ്പോഴും അനാവശ്യമായ അഗ്രഷൻ കാണിക്കുക, വളരെ ടോക്സിക് ആയിട്ടുള്ള മാസ്കുലിനിറ്റിയുടെ ഒരു പ്രകടനം ഉണ്ടാവുക, വളരെ മോശം ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുക, ആളുകളെ അപമാനിക്കുക, ഇതിനൊക്കെ നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അത് കണ്ട് ആകൃഷ്ടരാകുന്ന വലിയൊരു കൂട്ടം ഇവിടെ ഉണ്ട്. മാറ്റം വന്നിട്ടില്ല എന്നല്ല. ഇപ്പോൾ ആദിലെ നൂറയൊക്കെ അവരൊരു 10 കൊല്ലമോ 20 കൊല്ലമോ മുമ്പോ ഉള്ള ഒരു ബിഗ് ബോസ് ഹൗസിൽ മലയാളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ആഴ്ച തന്നെ അവർ എവിക്റ്റായി പോകും. പക്ഷേ ഇന്നങ്ങനെയല്ല, നമ്മൾ കുറേയും കൂടി മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോലും ഈ പറയുന്ന ടോക്സിക് ട്രേറ്റ്സിന് ഒരു വലിയ ആരാധക വൃന്ദമുണ്ട്. ഇപ്പോൾ ഷാനവാസിനെ നോക്കൂ, അയാൾ വളരെ മാനിപ്പുലേറ്റീവായ ആളുകളെ ഡീൽ ചെയ്യുന്ന ആളാണ്. അനുമോൾ സദാചാരം പറയുന്ന ഒരാളാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എവിക്റ്റായി പോയ ഒനീലിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും ഒരു കപട പുരോഗമനവാദി മുഖംമൂടിയുള്ള ഒരാളാണ്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും ഇവർക്കുള്ള വോട്ട്, ഇവർ ഈ കാണിക്കുന്ന ഈ ടോക്സിക് ട്രേറ്റ്സിൻ്റെയൊക്കെ ഭാഗമായി ഇവരെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ വോട്ട് ഉറപ്പായും കിട്ടും. അപ്പോൾ പ്രേക്ഷകരാണ് ഇവിടെ ആക്ച്വലി അൺഫെയർ ആയിട്ട് വോട്ട് ചെയ്യുന്നത്. കളിക്കുന്ന ആളുകളെ വിജയിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ പല കാര്യങ്ങളെ മുൻനിർത്തി പ്രേക്ഷകർ അൺഫെയർ ആയി വോട്ട് ചെയ്യുമ്പോൾ എവിക്ഷനെ നമുക്ക് അൺഫെയർ എന്ന് വിളിക്കാൻ പറ്റില്ല. പ്രേക്ഷകരുടെ ജഡ്ജ്മെന്റ് ആണ് ഇവിടെ അൺഫെയർ ആവുന്നത്. ഇനി പറയാനുള്ളത് ഈ ആഴ്ച ഔട്ടായി പോയിട്ടുള്ള ജിസേലിൻ്റെ കാര്യമാണ്. ജിസേൽ ഔട്ട് ആവേണ്ട സമയത്ത്, ഏറ്റവും കൃത്യമായ സമയത്ത്, നമ്മൾ സ്വരം നല്ലപ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയില്ല, അങ്ങനെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു സമയത്താണ് ജിസേലിൻ്റെ ഗെയിം അവസാനിക്കുന്നതും അവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആവുന്നതും. നമ്മൾ ഫ്രം ദ ഡേ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഹ്യൂമാനിറ്റി ഉള്ള, അവർ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് വെച്ചാണെങ്കിൽ നല്ല ഹ്യൂമാനിറ്റി ഉള്ള, ഒരുപാട് നല്ല രീതിയിൽ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന, വളരെ ഫെയറായി കാര്യങ്ങളെ നോക്കി കാണുന്ന അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ജിസേലിനെ കാണുന്നത്. അവരാളുകളോട് സംസാരിക്കുന്നത്, അവരുടെ മനസ്സിൽ ഇടം കണ്ടെത്തുന്നത്, ഇതൊക്കെയും ഇപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാനവാസി എന്ന് ഉപദേശിക്കുന്നുണ്ട്, മലയാളികൾക്ക് നിങ്ങളുടെ ഈ വസ്ത്രധാരണ രീതി ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. പക്ഷേ അത് കേട്ടിട്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട് അവർ മാറുകയല്ല ചെയ്തത്, അവരവരായി തന്നെ നിന്നു.
ആൻഡ് സ്റ്റിൽ അവർ 60 ദിവസങ്ങൾക്ക് ഇപ്പുറം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു. അവരായി തന്നെ നിന്നുകൊണ്ട് അവർക്ക് 60 ദിവസം അവിടെ തുടരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വം അത്രയും മികച്ചതായതുകൊണ്ടാണ്. അതിൽ അവർക്കുള്ളൊരു സത്യസന്ധത, ആത്മാർത്ഥത, പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എലമെൻറ്റുകൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അവിടെ എല്ലാവർക്കും ജിസയിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് സന്തോഷം മാത്രമായിട്ടേ പറയാനുള്ളൂ. ഏറ്റവും അവസാനത്തെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 2.5-3 ആഴ്ച ആ ഒരു സമയത്തിൽ, എസ്പെഷ്യലി ആ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് ജിസേലിൻ്റെ ഗെയിമിൽ അതിഭീകരമായിട്ടുള്ള ഒരു ഡിപ്പ് നമ്മൾ കാണുന്നത്. അത് ഈ പറയുന്നത് പോലെ ആളുകളാൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട, വളരെയധികം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പം നിങ്ങൾ ഇന്നലത്തെ ദിവസം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ, നിങ്ങളും സംസാരിക്കല്ലേ, ഈ എണീറ്റ് നിൽക്കുന്ന ആൾ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ പോലും ജിസേലിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓ അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്ന അവരുടെ കൗണ്ടേഴ്സ്, അവരുടെ രോഷം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഈ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു കളിയല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ തുടരും തോറും നമുക്ക് ചീത്തപ്പേര് വന്നുകൊണ്ടിരിക്കും. കാരണം ഇവരെന്താ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതെന്ന് പ്രേക്ഷകർക്ക് തോന്നും. പക്ഷേ 10 ദിവസം അതിനകത്ത് നിന്ന് ഈ സെൽഫ് കൺട്രോൾ ഒരു പ്രാവശ്യം കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു എന്ന് വരും. അപ്പോൾ അത് അവർക്കൊരു ചീത്തപ്പേരായിട്ട് മാറും. കാരണം ഇത്രയും നാൾ നല്ല രീതിയിൽ എല്ലാവരെയും ഡീൽ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ജിസേലിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു പ്രകടനം ഉണ്ടാകുമ്പോൾ ആളുകൾ അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഹോട്ടൽ ടാസ്കും കഴിഞ്ഞ് ഓൾറെഡി ഈ പറയുന്ന മാനിപ്പുലേഷൻ എലമെൻറ്റുകളെല്ലാം ബാധിച്ച് തുടങ്ങിയിരുന്ന ജിസേലിനെ ഒരു പടി കൂടി താഴേക്ക് അവരുടെ ഗെയിമിനെ ലോവറാക്കിയ, അവരെ വീക്കാക്കിയ ഒരു ഘടകം എന്ന് പറയുന്നത് അവരുടെ അമ്മയുടെ വരവായിരുന്നു. അമ്മ വന്നതിന് ശേഷം ആദ്യം പറയുന്നത് ഗെയിം ശരിയാവുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ ഗെയിം താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ഒരു ഗെയിമിൽ വന്നിരിക്കുന്ന ഓൾറെഡി ഇങ്ങനെ ഈ പുറത്തുനിന്നുള്ള മാനിപ്പുലേഷൻ നമ്മളെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നത് നമ്മൾ വീക്ക് ആകുമ്പോഴാണ്. ആ സമയത്താണ് പുറത്തുനിന്ന് കിട്ടുന്ന പലതിനെയും നമ്മൾ കണ്ണുപൂട്ടി ആക്സെപ്റ്റ് ചെയ്യുക. ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ടാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ മുന്നോട്ട് വരണമെങ്കിൽ. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരും പോസിറ്റീവായി പറയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുക. ജിസേൽ അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു. പക്ഷേ അമ്മയുടെ വരവ് പോക്കും കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായും അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന, ഗെയിം ഓൾറെഡി കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൺഫ്യൂസ്ഡ് ആവുകയും കൂടി ചെയ്യുമ്പോൾ അത് അവരുടെ ടോട്ടൽ പെർഫോമൻസിനെ അതിഭീകരമായി ബാധിക്കും. അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ സ്ട്രാറ്റജീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥയിലേക്ക് ജിസേൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു വേഴ്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അവർക്ക് എല്ലാവരുടെയും സ്നേഹവും വാങ്ങിച്ചുകൊണ്ട് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ആര്യൻ വളരെ ഇമോഷണലായിരുന്നു, നെവിൻ വളരെ ഇമോഷണലായിരുന്നു. അവർ പുറത്തിറങ്ങിയതിന് ശേഷവും ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ഞെട്ടലുണ്ടായിരുന്നു. ഒരു സ്നേഹവും കൂടി കലരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ആര്യനുമായിട്ട് കഴിഞ്ഞ 2 ആഴ്ച അവർ നല്ല വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളും വിചാരിക്കും ആര്യനോട് അവർക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ആര്യൻ എണീറ്റ് നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ജിസേൽ തിരിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ജിസേലിനൊരു സംശയം പോലും ഇല്ലായിരുന്നു അവർ ആര്യനെയാണ് വിളിച്ചത്. അതായത് നമുക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവുമെന്നേ, പക്ഷേ അതൊരു പകയായി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഒരു പരിധിക്കപ്പുറം ഒരു വ്യക്തിയെ വെറുക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് ജിസേൽ ഒരിക്കലും മാറിയിട്ടില്ല. ഇപ്പോൾ അനുമോളാണ് ആ ബിഗ് ബോസ് ഹൗസിൽ ജിസേലിനെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പുറകെ നടന്ന് അവർക്ക് പണി കൊടുത്തിട്ടുള്ള ഒരാൾ. പക്ഷേ ആദില തൻ്റെ ക്ലോസ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അനുമോളെ അകത്ത് വിളിച്ച് സംസാരിച്ച് അനുമോൾ ഹഗ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഞാനും നിൻ്റെ ഫ്രണ്ടല്ലേ അനുമോളെ എന്ന് ജിസേൽ ചോദിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഉമ്മ വാങ്ങിച്ചെടുക്കുന്നതും അത് അവരുടെ ഉള്ളിൽ ഈ പകയില്ലാത്തതുകൊണ്ടാണ്. ദേഷ്യമൊക്കെ ഉണ്ടാകും, നമുക്ക് ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ പുറത്ത് നമ്മളെന്തെങ്കിലും പറഞ്ഞൊന്നും വരും. പക്ഷേ ഈ പക ഉള്ളിൽ കൊണ്ട് നടക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയില്ലേ, അതൊക്കെ ജിസേലിൻ്റെ കൈമുതലാണ്. അതിനുശേഷം നിങ്ങൾ നോക്കൂ, പുറത്തിറങ്ങി ലാലേട്ടനോട് സംസാരിക്കുമ്പോഴും അയ്യോ ലാലേട്ടാ ഞാൻ തോറ്റുപോയി ലാലേട്ടാ എന്ന് പറയുന്നൊരു സാധനമോ, അല്ലെങ്കിൽ അതിനകത്തുള്ളവർ, അല്ലെങ്കിൽ പ്രേക്ഷകർ അൺഫെയർ ആയി ഡീൽ ചെയ്തു, ഇതൊന്നുമല്ല. അവർക്ക് അവരുടെ ഗെയിമിനെ കുറിച്ച് കൃത്യം ധാരണയുണ്ട്. ഞാൻ എവിക്റ്റ് ആയേക്കാം എന്ന് പറയുന്ന ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ഹൈലി ഇമോഷണൽ ആവുന്നതിന് പകരം വളരെ പ്രൊഫഷണലായിട്ട് ലാലേട്ടനോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈക്വലായി തമ്മിൽ കാണുന്ന 2 പ്രൊഫഷണൽസ് നിന്ന് സംസാരിക്കുമ്പോഴുള്ളൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അങ്ങനത്തെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കൊള്ളാലോ എന്ന് പറയുന്ന ആ ഒരു നല്ല ഇംപ്രഷനോട് കൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് എത്താൻ ജിസേലിന് പറ്റുന്നുണ്ട്. അതും അവരുടെ വ്യക്തിത്വത്തിൻ്റെ ക്വാളിറ്റിയാണ്. ഇത് ഇനി അവിടെ തുടരാൻ പോകുന്ന ജിസേലിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ആര്യനും ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. കാരണം അയാൾക്ക് സങ്കടമുണ്ട്, അയാളുടെ ക്ലോസ് ഫ്രണ്ടാണ് എവിക്റ്റായി പോയിട്ടുള്ളത്, ആ സങ്കടമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച ജിസേലിൻ്റെ ഗെയിം വീക്കാവുന്നത് പോലെ തന്നെ ആര്യനും വീക്കായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള അയാളുടെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ എവിക്ഷന് ശേഷം അയാൾ കാര്യങ്ങളെ കുറച്ചും കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ആര്യൻ ജിസേൽ വിഷയത്തിനെ വഷളാക്കാൻ ശ്രമിച്ചതും മുതലെടുക്കാൻ നോക്കിയതും ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് തലേ ദിവസം വീഡിയോ ക്ലിപ്പുകളൊക്കെ പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ആര്യൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജിസേൽ ഔട്ടായി പോകുന്ന സമയത്ത് ജിസേലിൻ്റെ ഒരുപാട് വോട്ട് ചെയ്യുന്ന
ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസിൽ ഒരു വിഭാഗം ആര്യനെ സപ്പോർട്ട് ചെയ്യും. ജിസൈലിൻ്റെ ഫ്രണ്ടാണ്, ജിസൈലിനോട് വളരെ ഫെയർ ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ ഒരു വോട്ട് ബാങ്കിൻ്റെ സപ്പോർട്ടും കൂടി ഇനി ആര്യനെ തേടി എത്താൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ആ വോട്ടിംഗ് ആനുകൂല്യം ആര്യന് ലഭിച്ചേക്കാം. അപ്പോൾ സ്വാഭാവികമായും ആര്യൻ കാര്യങ്ങളെ മനസ്സിലാക്കി ആ ഒരു സെൻസിബിൾ ഗെയിം പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അത് അയാൾക്കും ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ സുഹൃത്തുക്കളാവുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് അവർക്കിടയിലുണ്ട്. എന്തായാലും അങ്ങനെ ജിസൈൽ ഔട്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള അവിടെ നടക്കുന്ന ഒരു ചെറിയ ടോക്കും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് അതും കൂടി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത് ഷാനവാസ്, നൂറ, നെവിൻ, ആദില ഇവർ 4 പേരും കൂടി ഇരിക്കുന്ന സംസാരമാണ്. ആ സംസാരത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ലാലേട്ടൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ടാറ്റ പറഞ്ഞു പോകുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കളിക്കേണ്ടത് ബാക്കിയുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കളിച്ചാൽ മാത്രമേ പുറമേ നിന്ന് ഗെയിം കാണുന്ന ഒരാൾക്ക് ഇത് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കാണാൻ പോസിറ്റീവായിട്ടുള്ളതും നമുക്കതിൽ രസകരമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുള്ളൂ. തോൽപ്പിക്കാൻ വേണ്ടി കളിക്കുന്നത് അതൊരു ഡേർട്ടി ഗെയിമാണ്. ഡേർട്ടി ഗെയിം കളിക്കുന്നവർ അധികം കാലം അവിടെ നിൽക്കില്ല എന്ന് ലാലേട്ടൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എനിവേ, ഷാനവാസ് നൂറയോടും ആദിലയോടും നെവിനോടുമായിട്ടിരുന്ന് സംസാരിക്കുന്ന കാര്യം, സാബുമാനും ലക്ഷ്മി ഒന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഒനിയിൽ പോയി, ജിസയിൽ പോയി, ഇനി വേറെ പണിയുണ്ട്, സ്പേസ് കൊടുക്കില്ല എന്നൊക്കെ ഷാനവാസ് പറയുമ്പോൾ നൂറ തിരിച്ചു ചോദിക്കുന്നുണ്ട് സ്പേസ് കൊടുത്തിട്ടല്ലേ എന്ന്. അതൊരു ഉഗ്രൻ ചോദ്യമായിരുന്നു. പക്ഷേ അതിനെയും ഓവർകം ചെയ്ത് കുറച്ച് ദൂരെ ഇരുന്ന ഷാനവാസ് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വന്നിരുന്നിട്ട് ഇങ്ങോട്ട് കയറി വരികയാണ്, ഇനി സ്പേസ് കൊടുക്കില്ല എന്നൊക്കെയുള്ള അവരുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് സാബുമാനും ലക്ഷ്മിക്കും സ്പേസ് കൊടുക്കില്ല, അവരെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിം കളിക്കും എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ അപ്പോഴും ഞങ്ങളെങ്ങനെ ജയിക്കണം എന്നുള്ള പ്ലാനൊന്നുമല്ല ഇവരിടുന്നത്, എങ്ങനെ അവരെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള പ്ലാനാണ്. ഇപ്പോൾ സാബുമാനെ സംബന്ധിച്ച് ഒരു ഭയങ്കരമായ ഗെയിം അയാൾക്കെടുത്ത് മുന്നോട്ട് വെക്കാനില്ലെങ്കിലും അയാളെ തോൽപ്പിക്കാൻ ഇവർ ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അയാളുടെ ഒരു ഗെയിമായിട്ട് മാറും. മാത്രമല്ല സാബുമാനും ലക്ഷ്മിയും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കുറ്റം മുന്നോട്ട് വെക്കുന്ന ഷാനവാസ് അവരുടെ ആ ഗ്രൂപ്പിലിരിക്കുന്ന നൂറയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നൂറയ്ക്ക് ഇവിടെ എന്ത് ഗെയിമാണുള്ളത്? കഴിഞ്ഞൊരാഴ്ച എടുത്ത് നോക്കുമ്പോൾ ആദില കുറേയൊക്കെ ഇറിറ്റേറ്റ് ചെയ്തും ബഹളം വെച്ചും അതൊരു നെഗറ്റീവ് സെൻസിലാണെങ്കിൽ പോലും ആദില അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നൂറ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ആദിലയും നൂറയും ഇരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആദിലയും ഷാനവാസും ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നൂറയുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അവർക്കൊരു ഗെയിം പ്ലാനോ അതിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ആക്ടിവിറ്റീസോ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ലക്ഷ്മിയേക്കാൾ വീക്കായിട്ടുള്ള ഒരാളാണ് നൂറ. ലാലേട്ടൻ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് മറുപടി പറയാനുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടന് ലക്ഷ്മിയോട് ചോദിക്കാനുണ്ട്. നൂറയോട് ഒന്നും ചോദിക്കാനില്ല. നൂറ എണീറ്റ് നിന്ന് കഴിഞ്ഞാലും ഒന്നുമില്ല ലാലേട്ട, എന്താ പറയുക ലാലേട്ട എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിനപ്പുറത്ത് ശരിയാണ് എന്ന് ഷാനവാസ് സംസാരിക്കുന്നതിനിടയിൽ ഇരുന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നൂറയ്ക്ക് ഇവിടെ ഒരു ഗെയിമില്ല. അങ്ങനെ നോക്കുമ്പോൾ ജിസയിലും ഒനിയിലും ഔട്ടായിട്ടും നൂറയും ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നൂറയുടെ ഗെയിം ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളല്ലേ എന്തെങ്കിലും ഒരു സ്നേഹമുള്ള ഇക്കയാണെങ്കിൽ ഷാനവാസൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല. ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരുപക്ഷെ നൂറയെ ആദ്യ ആഴ്ച മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ പറഞ്ഞു തുടങ്ങി നൂറ ഇവിടെ ഏതാണ്ട് ടൂറ് വന്നതുപോലെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നിങ്ങളൊരു ടൂറിസ്റ്റായി അവിടെ കളിക്കുകയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ. അത് പറഞ്ഞ് മനസ്സിലാക്കി നൂറയും കൂടി ജയിക്കുക, അല്ലെങ്കിൽ ആസ് എ ടീം നമുക്ക് മുന്നോട്ട് പോയി ജയിക്കാനുള്ള വഴി നോക്കാം എന്നൊക്കെയുള്ള, അങ്ങനെയാണെങ്കിൽ പോലും ആ ഡിസ്കഷൻ ഒരു പോസിറ്റീവ് ഡിസ്കഷൻ ആയിരുന്നു. ഇതിപ്പോൾ ലാലേട്ടൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവർ കളിക്കുന്നത് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവനവന് ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ കോൺവെർസേഷനൊക്കെ നടക്കുന്ന സമയത്ത് നെവിൻ ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട്. നെവിൻ ലക്ഷ്മിയുമായിട്ട് അത്യാവശ്യം നല്ല ടേംസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഫെയറായ ആൾക്കാരെ നോക്കി കളിക്കുന്ന ഒരാൾ തന്നെയാണ് നെവിൻ. നെവിൻ ഈ ഒരു കോൺവെർസേഷനെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലാണ് അറിയാൻ പറ്റുക. അതുപോലെ തന്നെ അക്ബറിനെ ടാർഗറ്റ് ചെയ്തുള്ള ഷാനവാസിൻ്റെ കുറേ പരിപാടികളുണ്ടല്ലോ. ഇതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണുന്നുണ്ട്. അതായത് അക്ബറിൻ്റെ പേര് മെൻഷൻ ചെയ്ത് എണീക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അക്ബർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാവരും അക്ബർ എന്നാണ്, ഇൻക്ലൂഡിങ് ലാലേട്ടൻ. ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ ആൾക്കാരും അക്ബർ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഒരേ ഒരാൾ മാത്രമാണ് അക്ബറിനെ അക്ബർ അക്ബർ എന്ന് വിളിക്കുന്നത്, അത് ഷാനവാസ് മാത്രമാണ്. സാബുമാനൊക്കെ എന്തായാലും അക്ബർ എന്നുള്ള പേര് കൃത്യമായി ഉച്ചരിക്കാൻ അറിയാവുന്ന ആൾ തന്നെയാണ്. പക്ഷേ സാബുമാൻ അടക്കം എണീറ്റ് നിൽക്കുമ്പോൾ അക്ബർ അങ്ങനെയാണെന്ന് തോന്നുന്നു, അക്ബർ ഇങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു പേരിൻ്റെ പ്രൊനൗൺസിയേഷനിലുണ്ട് എത്രത്തോളം ഷാനവാസ് ഓടി നടന്ന് ഇവരെയൊക്കെ ക്യാൻവാസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അത് ഇവരിൽ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതും. അതുപോലെ ഷാനവാസ് ബിന്നി ഇഷ്യൂ, അവർ ജയിലിൽ വെച്ച് മാവേറിയിലും അതിനെ തുടർന്നുണ്ടായ ബഹളവും കാര്യങ്ങളൊക്കെ ലാലേട്ടനൊരു അത്ര ഭീകരമായിട്ടുള്ളൊരു ലെവലിൽ ചർച്ച ചെയ്തിട്ടില്ലാന്ന് തോന്നി. പക്ഷേ അതിൽ ബിന്നിയുടെ ഭാഗത്തും ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു. കാരണം ബിന്നി എണീപ്പിച്ച് നിർത്തിയിട്ട് മാവ് എറിഞ്ഞോ, മാവ് ദേഹം മുഴുവനായോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ദേഹം മുഴുവൻ ആകുക എന്നുള്ളതല്ല കാര്യം. നിങ്ങളുടെ ദേഹത്തേക്ക് ഒരു ആഹാര സാധനം എടുത്തൊരാൾ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഒരാൾ വലിച്ചെറിയുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ ആക്രമിക്കുന്നത് പോലെയാണ്, നിങ്ങളെ അപമാനിക്കുന്നത് പോലെയാണ്. ലക്ഷ്മി അതിനിടയിൽ പറയുന്നുണ്ട് എത്ര മാവ് എറിഞ്ഞു എന്നുള്ളതല്ല ലാലേട്ട, അത് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ബിന്നി പറയേണ്ടിയിരുന്നത്. ആ പോയിന്റിൽ ബിന്നി സ്ട്രോങ് ആയിട്ട് നിൽക്കണം
വെക്കണമായിരുന്നു. പക്ഷേ ബിന്നി അതിനെ വാദിച്ച രീതി കുറച്ച് വീക്കായി പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ പറയാവുന്ന മാക്സിമം സർക്കാസ്റ്റിക് രീതിയിൽ അയാൾക്ക് കൊടുക്കാവുന്ന ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഈ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അപ്പൂപ്പൻ, അമ്മുമ്മ, കുഞ്ഞമ്മ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിക്കോളൂ എന്നാണ്. അത് അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോഴെങ്കിലും നിനക്ക് കുറച്ച് നാണം ഉണ്ടാവോടെ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിരം ടിപ്പിക്കൽ ലാലേട്ടൻ സ്റ്റൈലില്ലേ, അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ലാലേട്ടൻ പറയുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഞാൻ നിൻ്റെ തന്തയോട് പോയി പറയാമെന്ന് പറയുന്ന ആ ഡയലോഗ് ഷാനവാസ് പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസം. അവിടെയെങ്കിലും ഷാനവാസ് ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദില ക്യാപ്റ്റനായി എന്നുള്ളതാണ്. ആദില ആക്ച്വലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അവർക്ക് സ്ട്രോങ് ആയി പല കാര്യങ്ങളും ചെയ്യാനും ചെയ്യിപ്പിക്കാനും പറ്റും. മാത്രമല്ല അവരുടെ ഒരു സർക്കാസ്റ്റിക് ടോണുണ്ട്, അത് വളരെ നല്ലതാണ്. ഇപ്പോൾ അവരെ ക്യാപ്റ്റൻസിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ച് അവർ എണീറ്റ് എന്ന് പറയുമ്പോൾ പലരും പറഞ്ഞിരുന്നൊരു കാര്യം, ഇപ്പോൾ ആദില നല്ല കൊട്ട് കൊടുക്കും എന്നൊക്കെയാണ് ആര്യൻ പറയുന്നത്. ആ കൊട്ടെന്ന് പറയുന്നത് നമുക്ക് തെറി വിളിക്കാതെയും തല്ലാതെയും ഒരാളോട് പറയാനുള്ളത് പറയുകയും വിമർശനം അറിയിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു ടോൺ ആദിലയ്ക്ക് നല്ലോണം ഉണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില ഷാനവാസിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഷാനവാസിൻ്റെ ഹാപ്പിനെസ് കാണുമ്പോൾ അറിയാം ഇനി ഞാനാണ് ബിഗ് ബോസ് ഹൗസ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത്. ആ ഒരു സാധനത്തിലേക്ക് വീഴാൻ പാടില്ല. ആദിലയ്ക്ക് ഇപ്പോൾ ഉള്ള ആ ഫേവറേറ്റിസം, അനുമോൾ, ഷാനവാസ്, നൂറ തുടങ്ങിയിട്ടുള്ള ആളുകളോട് അവർ കാണിക്കുന്ന അടുപ്പം എന്ന് വെച്ചാൽ നൂറയൊക്കെ അവരുടെ ലൈഫ് പാർട്ട്ണറാണ്, എന്നാൽ പോലും ഈ ഗെയിം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ അവർ കാണിക്കേണ്ടുന്ന, അവരിടേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, പാലിക്കേണ്ട ഒരു ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറം കടന്നിട്ടുള്ളൊരു ഫേവറേറ്റിസം അങ്ങോട്ടേക്കുണ്ട്. ചിലപ്പോൾ പല കാര്യങ്ങളിലും തീരുമാനം എടുക്കാൻ നൂറയും ഷാനവാസും ഒക്കെ കൂടിയേ തീരൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിലേക്കുണ്ട്. അതിനൊരു മാറ്റം വരികയും അതുപോലെ ഉള്ളിൽ ഗ്രഡ്ജ് കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഉള്ളിലൊരു ദേഷ്യം പോലെ അവർ കൊണ്ട് നടക്കുന്ന ഇപ്പോൾ അനീഷ്, അക്ബർ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ. ആ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ ഈ പവർ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഫെയർ ആയിട്ടുള്ള ക്യാപ്റ്റൻസി കാഴ്ച വെക്കണം. ഓവർ ഫേവററ്റിസവും ഓവർ ഗ്രഡ്ജും ഒന്നും ഇല്ലാതെ ഒരു ഫെയർ ആയിട്ടുള്ള ക്യാപ്റ്റൻസി കാണിക്കണം എന്നവർ തീരുമാനിക്കുകയാണെങ്കിൽ അവരിലെ പ്ലെയർ വളരെ സ്ട്രോങ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചകളിൽ ആദില വളരെ വീക്കാണ് എന്ന് പറയിപ്പിച്ച പ്രേക്ഷകരെ കൊണ്ട് ആദില വളരെ സ്ട്രോങ് ആണെന്ന് പറയിപ്പിക്കാൻ അവർക്ക് പറ്റുമായിരിക്കും. ഇതൊരു വലിയ അവസരമാണ്. ആ അവസരം ആദില എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എല്ലാം പറഞ്ഞ് അവസാനം യാത്ര പറയുമ്പോൾ ലാലേട്ടൻ ഒരു പ്രത്യേക ആക്ഷൻ അവരോട് കാണിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി കളിക്കൂ എന്നുള്ളത്. മിക്കവാറും ആ ഹൗസിലുള്ള പല ആളുകളും ഇങ്ങനെ കൊട്ടി നോക്കുമ്പോൾ ടങ് 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 എന്ന് വലിയ സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. കാര്യം അവരൊന്നും ഈ സാധനം ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ടില്ല. അത് ചിലപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് സൗണ്ട് കൂടുതൽ കേട്ടു എന്ന് വരും. ബുദ്ധിപരമായി കളിക്കൂ. പച്ചത്തെറി വിളിച്ചും അപമാനിച്ചും പേടിപ്പിച്ചും നിങ്ങൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചീപ്പ് സ്ട്രാറ്റജി കാണിച്ചും അല്ലാതെ നന്നായി ബുദ്ധിപരമായി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യൂ. ഇനിയൊരു 35 ദിവസം കൂടിയുള്ളൂ. ആ 35 ദിവസങ്ങളിൽ എവിടെയെങ്കിലും നല്ല ഒരു ഗെയിമെങ്കിലും നന്നായി കളിച്ച് ഫിനിഷ് ചെയ്യുന്നത് കാണാനുള്ള ഒരാഗ്രഹം ബാക്കിയാക്കി നമ്മൾ പ്രേക്ഷകരും ആ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കാണുന്നതെന്നുള്ളത് നമുക്ക് വരുന്ന ഓരോരോ എപ്പിസോഡുകളിൽ അറിയാം. അപ്പോൾ ഇന്നലത്തെ ദിവസം എവിക്റ്റായി പോയ ജിസേൽ, അവരൊരു നല്ല ഗെയിമറായിരുന്നു. അവസാനത്തെ ഒരു 10-20 ദിവസം ഗെയിം അവരുടെ കയ്യിൽ നിന്ന് പോയെന്നേ ഉള്ളൂ. അപ്പോൾ പോലും സൗഹൃദങ്ങൾക്ക് വില കൊടുക്കുന്ന, സ്നേഹത്തിന് വില കൊടുക്കുന്ന, തന്നെ ദ്രോഹിച്ചിട്ടുള്ള ആളുകളെയും സ്നേഹിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന, അവർ അവരുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കട്ടെ, മുന്നോട്ട് പോകുന്നതോറും നല്ല കാര്യങ്ങൾ അവരെ തേടി എത്തട്ടെ എന്ന ആശംസയും കൂടി നേർന്നുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.